പരിപാടിയിൽ വന്ദേ മാതരം പൂർണ്ണമായി പാടിയതിനെതിരെ തിരുവനന്തപുരം ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിൽ SFIയുടെ പ്രതിഷേധം. NSSും സാങ്കേതിക സർവകലാശാലയുമായി സഹകരിച്ച് കേന്ദ്ര യുവജനക്ഷേമ വകുപ്പ് നടത്തിയ പരിപാടിയിലാണ് വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചത്. പരിപാടിക്ക് ശേഷം റിവ്യൂ പറയാൻ മുസ്ലിം പെൺകുട്ടികൾ തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടതായും പ്രതിഷേധക്കാർ. ഗോപാൽ ശിലാസാനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിച്ച കാര്യം? എന്തുകൊണ്ടാണ് റിവ്യൂ പറയാൻ ഇങ്ങനെയൊരു നിബന്ധന? അതേ ചോദ്യവും തന്നെയാണ് ഈ ഘട്ടത്തിൽ SFI പ്രവർത്തകരും ചോദിക്കുന്നത്. കാരണം ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് കേന്ദ്ര യുവജനക്ഷേമ വകുപ്പ് നടത്തുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 എന്ന പരിപാടിയുടെ ഭാഗമായി യങ് പ്രൊഫഷണൽസ് റൌണ്ട് ടേബിൾ എന്ന പേരിൽ ഒരു സെഷൻ സംഘടിപ്പിച്ചത്. ആ പരിപാടിയിൽ NSS വോളണ്ടിയർമാരായ കുട്ടികളായിരുന്നു പങ്കെടുത്തിരുന്നത്. അതിൽ NSSന്റെ സഹകരണം ഉണ്ടായിരുന്നു, സാങ്കേതിക സർവകലാശാലയുടെ സഹകരണം ഉണ്ടായിരുന്നു, കേന്ദ്ര യുവജനക്ഷേമ വകുപ്പും പങ്കെടുത്തിരുന്നു. ആ പരിപാടി തുടങ്ങിയപ്പോൾ സാധാരണഗതിയിൽ NSSന്റെ ആപ്ത ഗാനമായിട്ടുള്ള മനസ്സ് നന്നാകട്ടെ എന്ന ഗാനമാണ് പാടാറുള്ളത്. അതിനോടൊപ്പം തന്നെ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഭാരത അംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയെന്ന ആരോപണവും ഈ SFI പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒടുവിൽ ഈ പരിപാടി അവസാനിച്ചതിന് ശേഷമാണ് അതിന്റെ അന്തിമഘട്ടത്തിലാണ് മുസ്ലിം പെൺകുട്ടികൾ തന്നെ ഈ പരിപാടി റിവ്യൂ ചെയ്യണമെന്നും അതിനായി 5 മുസ്ലിം പെൺകുട്ടികൾ മുന്നോട്ട് വരണം എന്നുമുള്ള ആവശ്യം അവിടെ അനൗൺസ്മെന്റായി സംഘാടകർ മുന്നോട്ട് വെച്ചത്. ഇതോടുകൂടി തന്നെ ആ പരിപാടിയിലുണ്ടായിരുന്ന SFI പ്രവർത്തകരായിട്ടുള്ള ഈ കോളേജിലെ NSS അംഗങ്ങൾ ഇടപെടുകയും വലിയ തരത്തിലേക്ക് രൂക്ഷമായ പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്തു. ഈ SFI പ്രവർത്തകർ തന്നെ വേദിയിലേക്ക് കയറി പരിപാടി അവസാനിക്കുകയാണ്, ഈ പരിപാടിയോട് യോജിക്കാൻ കഴിയുകയില്ല എന്ന് കാട്ടിക്കൊണ്ട് അനൗൺസ്മെന്റ് നടത്തുകയും പരിപാടി നിർത്തലാക്കുകയുമായിരുന്നു. തുടർന്ന് പ്രവർത്തകർ അവിടെ ഈ പരിപാടി നടന്ന ഹാളിലും പ്രിൻസിപ്പലിന്റെ റൂമിന് മുൻപിലും മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് ദീർഘനേരം SFI പ്രവർത്തകരും പ്രിൻസിപ്പലും അടക്കം ചർച്ച ചെയ്യുകയും ഈ വിഷയം താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ച് പിരിയുകയുമായിരുന്നു. പക്ഷേ അപ്പോഴും SFI പ്രവർത്തകർ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ SFIയുടെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് അവിടെ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു, റിവ്യൂ പറയാൻ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ വേണമെന്ന നിബന്ധന വെച്ചു തുടങ്ങിയ കാര്യങ്ങളിലാണ് പ്രതിഷേധമുണ്ടാകുന്നത്.